സൗദി അറേബ്യയെയും ബഹ്റൈനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ കോസ്വേ പാലമാണ് കിങ് ഫഹദ് കോസ്വേ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യ ഈ പാലം അടച്ചിരിക്കുകയാണ്. കാരണം വലിയ രൂപത്തിലുള്ള ഭീഷണി ഇറാനിൽ നിന്ന് നിലനിൽക്കുന്നു എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു നടപടി ഇപ്പോൾ സൗദി അറേബ്യ സ്വീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ബഹ്റൈനിലേക്ക് കടക്കാനുള്ള ഏക മാർഗമാണ് സൗദി അറേബ്യയുടെ ഈ ഒരു കിങ് ഫഹദ് പാലം എന്നത് നമുക്കറിയാം. ഈ 25 കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഈ പാലം ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭീഷണി ഉയർത്തുന്ന കാര്യമാണത്. എന്നാൽ ഇറാനിലുള്ള പാലങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ യൂണിറ്റുകൾ, ഇതിനെയെല്ലാം ലക്ഷ്യം വെക്കും, പൂർണ്ണമായി തകർത്ത് കളയും ചൊവ്വാഴ്ച എന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. എന്നാൽ അത്തരം ഒരു ആക്രമണം അമേരിക്കയോ ഇസ്രയേലോ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇറാന്റെ ഭാഗത്തുള്ള തിരിച്ചടി പാലങ്ങൾക്ക് നേരെ ഉണ്ടാകുമെന്നറിയാം. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് സൗദി അറേബ്യയിലുള്ള കിങ് ഫഹദ് കോസ്വേ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇറാന്റെ ഭാഗത്തുള്ള ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പാലം അടച്ചിരിക്കുന്നത്. കാരണം പാലത്തിന് നേരെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഏതെല്ലാം ഭാഗം തകരുമെന്ന് പറയാൻ പറ്റില്ല. ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത്തരം ഒരു തീരുമാനങ്ങളിലേക്ക് സൗദി അറേബ്യ എത്തിയിരിക്കുന്നത്. എന്തായാലും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് തന്നെ വലിയ രൂപത്തിലുള്ള ഭീതി ഉയർത്തുന്ന കാര്യമാണിത്. കാരണം നമുക്കറിയാം, പെട്രോ കെമിക്കൽ യൂണിറ്റുകൾ, അതുപോലെ കറണ്ട്, അതുപോലെ തന്നെ പാലം, കുടിവെള്ളം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ജനങ്ങളുടെ ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതിന്മേലാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത് എന്നത് ഇതെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങൾക്കപ്പുറമാണ്. പക്ഷെ ഇസ്രയേലും അമേരിക്കയും ഇത്തരത്തിലുള്ള ഒരു ദുരന്തപൂർണമായ ആക്രമണം ഇറാനിൽ നടത്തി കഴിഞ്ഞാൽ, നിയമവിരുദ്ധമായ നീക്കങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഇറാൻ സ്വാഭാവികമായും തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് സൗദി അറേബ്യ ഇപ്പോൾ അടിയന്തരമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ അടിയന്തരമായി ആളുകൾക്ക് ഇങ്ങോട്ടുള്ള പ്രവേശനം വിലക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ പാലത്തിന് നേരെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അത് ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും അത്.